കേസിൽ മുൻമന്ത്രി എച്ച്.ഡി. രേവണ്ണ കസ്റ്റഡിയിൽ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ, മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് എച്ച്.ഡി. രേവണ്ണ കസ്റ്റഡിയിലാവുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? ലൈംഗികാതിക്രമ കേസിൽ എച്ച്.ഡി. രേവണ്ണ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ എച്ച്.ഡി. ദേവഗൌഡയുടെ, അതായത് മുൻ പ്രധാനമന്ത്രിയും JDSന്റെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള എച്ച്.ഡി. ദേവഗൌഡയുടെ വസതിയിൽ വെച്ചാണ് മകൻ രേവണ്ണയെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. റീജി സൂചിപ്പിച്ചതുപോലെ തന്നെ നോട്ടീസ്, അതായത് 3 തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. 2 കേസുകളാണ് എച്ച്.ഡി. രേവണ്ണക്ക് എതിരായിട്ടുള്ളത്. ഒന്നാമത്തേത് വീട്ടുജോലിക്കാരിയായിട്ടുള്ള യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. അതോടൊപ്പം തന്നെ മൈസൂരു സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവതി, അതായത് പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്നൊരു മറ്റൊരു കേസ് കൂടിയുണ്ട്. ഈ 2 കേസുകളിലും രേവണ്ണ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ രേവണ്ണക്കായി വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് അന്വേഷണ സംഘം നടത്തിയത്. ഹാസനിലെ രേവണ്ണയുടെ വീട്ടിലും JDS കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇപ്പോൾ ഒടുവിൽ ബംഗളൂരുവിലെ ദേവഗൌഡയുടെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ എച്ച്.ഡി. രേവണ്ണയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് രേവണ്ണയെ മാറ്റിയിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും. 2 കേസുകളും നോൺ ബെയിലബിൾ ആണ്, ജാമ്യമില്ലാത്ത കേസാണ്. കടുത്ത പ്രതിസന്ധി, വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ JDS നേതൃത്വത്തിന്, NDA സഖ്യത്തിനുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് JDSന്റെ പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രി ദേവഗൌഡയുടെ മകൻ ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. തുടർ നടപടികൾ, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവഗൌഡയുടെ വസതിയിൽ വെച്ചാണ് പിടികൂടിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അന്വേഷണ സംഘം എച്ച്.ഡി. രേവണ്ണയെ ഇപ്പോൾ അന്വേഷണ സംഘം ബംഗളൂരുവിലെ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ, ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലാവുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇതൊക്കെ രാഷ്ട്രീയ ആയുധമാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയിൽ എച്ച്.ഡി. രേവണ്ണയുടെ ഈ കസ്റ്റഡിയും വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാൻ പോവുകയാണ്. പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? അരുൺ പൂപ്പറമ്പ. ശ്രീജിത്ത്, ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. കോൺഗ്രസ് ഇത് പ്രചാരണായുധമായി ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയിലാണ് നമുക്കറിയാം, കർണാടകയിൽ ദേവഗൌഡ കുടുംബം എന്ന് പറയുന്നത് JDS, അതോടൊപ്പം തന്നെ ദേവഗൌഡ കുടുംബം എന്നുള്ളത് NDA സഖ്യത്തിന്റെ ഭാഗമാണ്. അത്തരത്തിൽ കൂടി കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് BJPക്ക് NDA സഖ്യത്തിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ BJP സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. JDSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ കസ്റ്റഡിയിലാവുന്നു. രേവണ്ണയുടെ മകൻ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ, ലുക്കൌട്ട് സർക്കിൾ ഉൾപ്പെടെ നേരത്തെ ഇറക്കിയതാണ്. കടുത്ത സമ്മർദ്ദം അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ആ രീതിയിലുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ പിതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള എച്ച്.ഡി. രേവണ്ണ കൂടി കസ്റ്റഡിയിലാവുന്നത്. തീർച്ചയായും കടുത്ത പ്രതിസന്ധിയാണ് NDA സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കോൺഗ്രസിന് ഇത് വീണ് കിട്ടിയ ആയുധമാണ്. കർണാടകയിൽ 14 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് അവശേഷിക്കുന്നത്. ആ 14 മണ്ഡലങ്ങളും NDA വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റുകളും ജയിച്ച മണ്ഡലമാണ്. ഇത്തവണ ചില മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമുണ്ടെങ്കിലും ഈ 14 സീറ്റുകളും ജയിക്കാൻ സാധിക്കുമെന്നാണ് നേരത്തെ NDA സഖ്യം കരുതിയിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്നാണ് ഈ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസ്, എച്ച്.ഡി. രേവണ്ണ ഉൾപ്പെടുന്ന കേസ് ഉൾപ്പെടെ വലിയ വിവാദമായി ഒരു ഇടുത്തി പോലെ NDA സഖ്യത്തിന് മേൽ പതിക്കുന്നത്. അതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ വിവാദമായി. അതിനിടയിൽ ഇപ്പോൾ ദേവഗൌഡയുടെ മകനും മുൻ മന്ത്രിയുമായിട്ടുള്ള രേവണ്ണ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൂടിയാവുമ്പോൾ NDA സഖ്യത്തിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. ശ്രീജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ലൈംഗികാതിക്രമ കേസിൽ മുൻമന്ത്രി എച്ച്.ഡി. രേവണ്ണ കസ്റ്റഡിയിലാവുകയാണ്. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതും തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദേവഗൌഡയുടെ വസതിയിൽ നിന്നാണ് ഇപ്പോൾ രേവണ്ണ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അരുൺ പൂപ്പറമ്പ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും